ഞാനൊരു പാട്ടിട്ട് നീലത്തടാകം. എനിക്കെന്നാ വാസന തിന്നടേ. Let's go. വാസന ഇങ്ങനെ തന്നെ. അരിയടി ചുറ്റും നടന്നേക്കാന്ന് വെച്ച് ചെറിയൊരു ഹൈക്കായിരുന്നു പക്ഷേ കുറച്ച് സ്റ്റീപ്പായിരുന്നു, മോഡറേറ്റ് ആയിരുന്നു. ഇനി അടുത്തത് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് വേറൊരു ഹൈക്കും കൂടെ ഉണ്ടായിരിക്കും. ഇന്നലെ ടോട്ടൽ 3 ഹൈക്സ് ആയിരുന്നു പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇത് നടക്കാൻ നല്ല രസമുള്ള ഒരു കാര്യമാണ്, നല്ല രസമുള്ള ലേക്കാണത്. ചുറ്റും തടി ഒടിഞ്ഞു വീണ തടികളും കുറേ പാറക്കല്ലുകളും ഒക്കെ ഉള്ളതാണ്. അതായത് ഈ ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് സ്നോ ആയിരിക്കും. ഇവിടെ ലേക്ക് ആയിരിക്കില്ല. കാണുന്നുണ്ടോ, മേളിൽ കണ്ടോ സ്നോ ഉണ്ട്. കാണുന്ന സ്നോ ആയിരിക്കും താഴെ ഈ ലേക്കിൻ്റെ ഇവിടെയും കാണുന്നത്. ആൾക്കാർ പട്ടിയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് ഇവിടെ. ചുറ്റുമുള്ള ഒരു ട്രെയിലുണ്ട്, ആ ട്രെയിലിൽ കൂടെ ആൾക്കാർ നടക്കുന്നത്. ഇത് റെഗുലർ ട്രെയിലാണിത്. പക്ഷേ ഇന്നിപ്പം വെള്ളം കുറവായതുകൊണ്ട് ഈ താഴേക്കൂടെയുള്ള ട്രെയിലുകൾ നടക്കാൻ പറ്റും. ഈ ഒരു നല്ല തണുത്ത വെള്ളമാണ്, നല്ല ക്ലീൻ ആയിട്ടുള്ള വാട്ടറാണ്. ഞാൻ കാണിച്ചു തരാം. ഇവിടെ കാണുന്നത് ഇതുണ്ടോ, ക്രിസ്റ്റൽ ക്ലിയറുമാണ്. ഭയങ്കര തണുപ്പുമല്ലേ, വലിയ വലിയ തണുപ്പില്ലല്ലേ ശരിയോ. അപ്പോൾ ഉണ്ടോ, നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ്. നോക്കി അറിയാം. ഡൗൺലോഡ് ചെയ്തോട്ടെ. പബ്ലിക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാറി നിൽക്കൂ. നടക്കൂ അതിലെ കൂടെ നടക്കൂ. ആയിരിക്കും മേളിൽ നിന്ന് ഇതായിട്ട് വരുന്നതായിരിക്കും. ലൂപ്പിന് മാറി ഈ ലേക്കിനകത്തൂടെ തന്നെ ഇങ്ങനെ നടന്നേക്കാമെന്ന് വെച്ചാൽ കുറച്ച് നേരം. അത് വെള്ളമില്ല ലേക്കിൻ്റെ ഭാഗത്തൂടെ കണ്ടോ. ഇവിടെ എല്ലാം സ്നോയുണ്ട്, ഇഷ്ടംപോലെ സ്നോയാണ്. ഈ സ്നോയുടെയൊക്കെ നേതനൊക്കെ ഇവിടെ ഉണ്ട്, ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്. നേതനൊക്കെ സ്നോയിൽ കൂടെ നടക്കുന്നുണ്ട്. ഇവിടെ ഇതിൻ്റെ മേളിലാണ് മൗണ്ടൻ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കാണാൻ പറ്റത്തില്ല, കാരണം സൺബാത്ത് ഇതുള്ളതുകൊണ്ട് കാണാൻ പറ്റത്തില്ല. പക്ഷെ അന്ന് അതേ സമയത്ത് ഇതുണ്ടോ, ഇത് കഴിഞ്ഞ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടുന്ന് ഏകദേശം മാമത്തിൽ നിന്ന്
എല്ലയിലോട്ട് ഏകദേശം ഒരു 6 മണിക്കൂർ ഡ്രൈവേ ഉള്ളൂ. 5 മണിക്കൂർ ഡ്രൈവേ ഉള്ളൂ എല്ലാ വരെ നമ്മുടെ വീട് വരെ 6 മണിക്കൂറോളം ഡ്രൈവ് വരും. ലേക്കിൻ്റെ ഒരു 360 വ്യൂ ഇങ്ങനെ എടുക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം അവിടെ ഞങ്ങൾ വന്നതാണ് മൗണ്ടൻ. ആ ഒരു നേരെ കാണുന്ന അവിടെ നിന്നാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. പകുതി ലൂപ്പ് കഴിഞ്ഞു, ബാക്കി പകുതി ഇങ്ങോട്ട് പോയിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഇതിൻ്റെ ഒരു വലിയൊരു നല്ല സെറീനായിട്ടുള്ളൊരിതാണ്. ഒരു മൺഡേ ആയതുകൊണ്ട് തന്നെ ഒരു തിരക്കുമില്ല. ഞങ്ങൾ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ചെന്നപ്പോഴത്തേനാണേലും ബ്രേക്ക്ഫാസ്റ്റ് ക്ലബ്ബിനാണ് രാവിലെ ചെല്ലുന്നത്. അവിടെ ചെന്ന് ഞങ്ങളുടെ ഹോട്ടലിലെ മാനേജറോട് ചോദിച്ചു, റിസപ്ഷനിസ്റ്റിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് ക്ലബ്ബാണ്, വലിയ തിരക്ക്. ഇന്ന് മാത്രമല്ല മൺഡേ ആയതുകൊണ്ട് തിരക്കുമില്ല. മാത്രമല്ല സീസണായി വരുന്നേ ഉള്ളൂ ഇവിടെ. കാരണം സ്നോ ഇപ്പം നവംബർ പകുതിയായിട്ടേ ഉള്ളൂ. അതേ സമയത്ത് ഡിസംബറൊക്കെ ആകുമ്പോഴത്തേനും ഇവിടെ കംപ്ലീറ്റ് സ്നോ ആയിരിക്കും. ഇവിടെ ഭയങ്കര തിരക്കുമായിരിക്കും. ഇപ്പം ഒരു ഹൈക്കിങ്ങിന് പറ്റിയൊരു ടൈമാണ് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ലേക്ക് നല്ല രീതിയിലിരിക്കുന്നു, വലിയ ചൂടില്ല, വലിയ തണുപ്പില്ല. എന്നാൽ വലിയ ഇന്ന് ലോങ് വീക്കെൻഡുമാണ്. ഒരു ദിവസം ഹോളിഡേ ഇന്നെടുത്തായിരുന്നു. ഇന്നിപ്പം 2 ഹൈക്കിങ് കഴിഞ്ഞ് ഇന്നലെ ഒരു ഹൈക്ക് കഴിഞ്ഞു, ഇന്നൊരു ഹൈക്ക് കഴിഞ്ഞു. നല്ല ഒരു റിഫ്ലക്ഷൻ ഒക്കെ ഉള്ള ഒരു ലേക്കായിരുന്നു. അതൊരു രണ്ടും കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ടൈപ്പുള്ള ലേക്കുകളാണ്. ഇന്നലെ ഞങ്ങൾ കാര്യമായിട്ട് ലൂപ്പ് പോയില്ല, പക്ഷേ എങ്കിൽ പോലും അതിൻ്റെ ഒരു കോർണർ വരും, അതിൻ്റെ പ്രധാനപ്പെട്ട ഏരിയ ഒന്ന് കാണാനൊക്കെ കണ്ടിട്ട് തിരിച്ചു പോകും. അവിടെ നോക്കിയറിയാം ഇവിടുത്തെ ഞാൻ പറഞ്ഞ മൗണ്ടൻസ് ഉണ്ടോ, ഈ മൗണ്ടൻസിൽ നിന്നാണ് സ്നോയൊക്കെ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടെ നിന്നുള്ള വെള്ളമൊക്കെ ഇങ്ങോട്ട് വരികയാണ് അവിടെ ചെയ്യുന്നത്. ഒരു കൂട്ടിനൊരു പട്ടിയും കൂടെ ഉണ്ട് ഇവിടെ. ഇത്തവണ ഇവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടപ്പുണ്ട്. അച്ഛനവിടെ കേട്ടോ, തടിയൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അതിൻ്റെ അടുത്ത് നേരെ കൈ നീട്ടി കാണിക്കടാ. ആണ്ടാ അതിൻ്റെ അടുത്ത് കൊണ്ട് തരുന്നത്. എടി ഇവിടെ നിന്നൊരു ഫോട്ടോ എടുക്കടി. ആ something here. മറിക്ക്
ഞാൻ ഫോട്ടോ എടുക്കട്ടെ. ക്യാമറ ഒന്ന് നിർത്തടി എന്നെ. ഹോഷു ലേക്ക് ഉണ്ട് എൻ്റെ അവിടെ. ഹോഷു പോലത്തെ ലേക്കാണ്. ഉണ്ടാക്കി Oh, look, snake. What?